ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അപ്പൂപ്പൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികളെ സ്വാഭാവികമായിട്ടും കണ്ടിരിക്കാനും അദ്ദേഹമായിട്ട് ഇടപഴകാനും ഒക്കെ ചെറുപ്പത്തിലെ തൊട്ടേ അവസരം ലഭിച്ചിട്ടുണ്ടാവുമെന്നും കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ? ദക്ഷിണാമൂർത്തി സ്വാമിയെ വളരെയേറെ പ്രാവശ്യം കാണുവാനും അടുത്തിടപഴകാനും ഒക്കെ സാധിച്ചു. എൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിലിരുന്ന് പോലും ദക്ഷിണാമൂർത്തി സ്വാമി ട്രാവൽ ചെയ്തിട്ടുണ്ട്. വളരെ പണ്ട് കാലം മുതലേ വീട്ടിലെ ഒരു നിത്യ സന്ദർശകനായിരുന്നു ദക്ഷിണാമൂർത്തി സ്വാമി. അതുമാത്രമല്ല, ദക്ഷിണാമൂർത്തി സ്വാമിയെ പടത്തിലേക്ക് ആദ്യമായിട്ട് സിനിമയിലേക്ക് പീലീലയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു സ്വാമി ഉണ്ട്. വൈക്കത്തമ്പലത്തിൽ അദ്ദേഹം ഒന്ന് ഭജന ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എൻ്റെ അപ്പൂപ്പനും യേശുദാസിൻ്റെ അച്ഛനായ അഗസ്റ്റിൻ ജോസഫും കൂടി അന്ന് വൈക്കത്തമ്പലത്തിൽ പോവുകയും അപ്പൂപ്പൻ പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയാണ്. ഗായുടെ ഷേപ്പിലാണ് അദ്ദേഹം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. മലയാളത്തിലെ ഗാ എന്നുള്ള അക്ഷരത്തിൻ്റെ ഷേപ്പിൽ അദ്ദേഹം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു വൈക്കത്തമ്പലത്തിൻ്റെ ആ നാലമ്പലത്തിലെവിടെയോ. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരുന്ന ചരിത്രമൊക്കെ വളരെയേറെ പ്രാവശ്യം ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദാസെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നീട് വളരെയേറെ പ്രാവശ്യം വീട്ടിൽ വരാനും ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹം ഞങ്ങളോടൊക്കെ ഇരുന്ന് വർത്താനം പറയും. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിക്കും സ്വാമി തളർന്ന് കാണുമെന്ന് വിചാരിക്കും. പക്ഷേ സ്വാമി മുറുക്കാനൊക്കെ എടുത്ത് കുറച്ചുകൂടെ ഊർജ്ജസ്വലനായിട്ട് പിന്നെയും കഥകൾ പറയാനായിട്ട് തുടങ്ങുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനും എൻ്റെ വൈഫും ചേട്ടൻ്റെ വൈഫും എല്ലാവരും കൂടി ഇരുന്നാണ് ഇതൊക്കെ കേട്ടിട്ടുള്ളത്. അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കച്ചേരിക്കും അപ്പൂപ്പൻ്റെ അശീതിയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അശീതി ആഘോഷം കോട്ടയത്ത് വെച്ച് നടത്തിയപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി വരികയും അദ്ദേഹം അവിടെ ഒരു കച്ചേരി നടത്തി. അതിന് വയലിൻ വായിക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അതും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ചേട്ടന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ CD നിറമാല എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് ആൽബം വളരെ ONV കുറിപ്പ് എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി ട്യൂൺ ചെയ്ത പാട്ടുകൾ, അത് ആ സന്ദർഭവും എനിക്ക് വളരെയേറെ ഓർമ്മയുണ്ട്. അത് വീട്ടിൽ വന്നിരുന്ന് ട്യൂൺ ചെയ്യുന്നതും ചേട്ടനെ പഠിപ്പിക്കുന്നതും ഒക്കെ ഞാൻ എപ്പോഴും വളരെ നല്ലവണ്ണം ഓർക്കും. തീർച്ചയായും കൂടുതൽ ഓർമ്മകളിലേക്ക് മടങ്ങിയെത്താം. നമ്മളോടൊപ്പം ഇപ്പോൾ ചലച്ചിത്രഗാന നിരൂപകനായ ശ്രീ TP ശാസ്തമംഗലം ചേരുകയാണ്. ശ്രീ TP ശാസ്തമംഗലം എങ്ങനെ ഓർത്തെടുക്കുന്നു അഭയദേവിന്റെ ഗാനങ്ങളെ? അഭയദേവിന്റെ ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാന ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ഥായിയായ വളരെ സ്ഥായിയായ ഒരു സ്ഥാനമുള്ള പാട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ മലയാള ചലച്ചിത്ര ഗാനം പിറക്കുകയും 1938 ബാലനിലൂടെ പിറക്കുകയും ഏതാണ്ട് വളരെ അടുത്ത് തന്നെ അദ്ദേഹം ഗാനരചനാ രംഗത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോ അദ്ദേഹത്തിന്റെ ഗാനരചനയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മലയാള ചലച്ചിത്ര ഗാന ചരിത്രത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് കാണാം. ഒരുപക്ഷെ മലയാളത്തിൽ നമ്മൾ ഓർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗാനയിതാക്കളുടെ പട്ടിക നിരത്തുമ്പോൾ ഒന്നാമതായി പറയേണ്ട ഒരു പേരാണ് അഭയദേവ്. അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാന രംഗത്തേക്ക് രചനാ രംഗത്തേക്ക് വരുമ്പോൾ ഹിന്ദിയുടെയും തമിഴിന്റെയും അനുകരണത്തിൽപ്പെട്ട് വീർപ്പുമുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു. അദ്ദേഹത്തിനും അത് കീഴ്പ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ഹിന്ദി നല്ല വശമുണ്ടായിരുന്നത് കൊണ്ട് ഹിന്ദിയുടെ ഈണങ്ങൾക്കും അർത്ഥത്തിനും ഒപ്പിച്ച് മലയാളം പാട്ടുകൾ ഉണ്ടാക്കാൻ അദ്ദേഹം നിർബന്ധനായി. പക്ഷേ എന്നിൽ പോലും അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ലഭിച്ച അപൂർവമായ രചനാഗുണമുള്ള പാട്ടുകൾ എടുത്തു പറയാതെ വയ്യ. പ്രത്യേകിച്ച് അദ്ദേഹം നമ്മൾക്ക് സംഭാവന ചെയ്ത താരാട്ടുപാട്ടുകൾ. മലയാളത്തിൽ താരാട്ടുപാട്ടുകളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കുന്നത് ഇരയിമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൽ കിടാവുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അഭയദേവിന്റെ പേരാണ് ഓർമ്മിക്കുന്നത്. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ പൊന്നേ പൊന്നാര പൊന്നുമകളെ എന്ന സ്നേഹസിമിയിലെ പാട്ടോ, അല്ലെങ്കിൽ പാട്ടുപാടി ഉറക്കാം താമരപ്പൂമ്പൈതലെ ധാരാളം താരാട്ടുപാട്ടുകൾ മലയാളത്തിൽ ഇത്രത്തോളം താരാട്ടുപാട്ടുകൾ എഴുതുകയും അവ ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അഭയദേവിന് ഗാനരചനാ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് താരാട്ടുപാട്ടുകളുടെ ഒരു രചയിതാവ് എന്ന നിലയിലാണ്. മാത്രവുമല്ല, വീടിന് പൊന്മണി വിളക്കുനി എന്ന പോലുള്ള അർത്ഥമുള്ള രചനാ സൗഭകം നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഗാനരചനാ രംഗത്ത് അഭയദേവിന്റെ പേര്
വളരെ അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ന് ഇതിൽ ഒരു സംശയവുമില്ല. ശ്രീ ടി പി ശാസ്തമംഗലം അഭയദേവിന്റെ ഗാനങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് താങ്കൾ കരുതുന്നത് ഏതാണ്? താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഗാനവും ഏതാണ്? അദ്ദേഹത്തിന്റെ താരാട്ടുപാട്ടുകൾ തന്നെയാണ്. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ പൊന്നിയെ പൊന്നാര പൊന്നുമകളെ, അതുപോലെ തന്നെ വീടിന് പൊന്മണി വിളക്കും ഈ കുടുംബിനിയിലെ ഒരു കുടുംബിനിയെ ഇതിലപ്പുറം നന്നായിട്ട് വർണ്ണിക്കാനൊക്കില്ല. കുടുംബിനി വീടിന് പൊന്മണി വിളക്കുനി തറവാടിന് നിധിനി കുടുംബിനി എന്ന് പറയുന്ന ആ പാട്ട് ഒരു കുടുംബിനിയുടെ യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ കുടുംബിനി ആര് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സിനിമയുള്ള കുടുംബിനിയെ കുറിച്ചുള്ള ഒരു രൂപം ഇന്ന് പക്ഷേ കാലം മാറിയപ്പോൾ ആ കുടുംബിനിക്കൊക്കെ മാറ്റം വന്നേക്കാം. പക്ഷെ അദ്ദേഹം അത് എഴുതുന്ന കാലത്ത് ആ കുടുംബിനിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും വളരെ നന്ദി ശ്രീ ടി പി ശാസ്തമംഗലം ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിച്ചതിന്.